ഗ്രാമവീഥിയിലൂടെ കടന്നു വരുന്നത് ഈ നാടിന്റെ കാലത്തിന്റെ ചുവടുകൾ തിരിച്ചറിഞ്ഞ് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി പോരാടുവാൻ, ഈ നാടിന്റെ കുടിവെള്ള സ്രോതസ് സംരക്ഷിക്കുന്നതിന് വേണ്ടി പോരാടുവാൻ, ഈ നാടിന്റെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി പോരാടുവാൻ നമുക്കൊന്നിച്ച് ഈ പ്രക്ഷോഭ സമരത്തിന്റെ ഭാഗമാകുവാൻ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും തൊഴിലാളി സുഹൃത്തുക്കളെയും ഞങ്ങൾ ആർദ്രവുമായി സ്വാഗതം ചെയ്യുകയാണ്. കാലത്തിന്റെ ചുവടുകൾ തിരിച്ചറിഞ്ഞ് ഈ ഗ്രാമവീഥിയിലൂടെ കടന്നു വരുന്നത് ഈ നാടിന്റെ കാലത്തിന്റെ ചുവടുകൾ തിരിച്ചറിഞ്ഞ് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി പോരാടുവാൻ, ഈ നാടിന്റെ കുടിവെള്ള സ്രോതസ് സംരക്ഷിക്കുന്നതിന് വേണ്ടി പോരാടുവാൻ, ഈ നാടിന്റെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി പോരാടുവാൻ നമുക്കൊന്നിച്ച് ഈ പ്രക്ഷോഭ സമരത്തിന്റെ ഭാഗമാകുവാൻ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും തൊഴിലാളി അനിശ്ചിതകാല സമരം ഇവിടെ ആരംഭിക്കുകയാണ്. ഈ സമര പരിപാടിയുടെ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് ഇവിടുത്തെ ഈ ജനകീയ സമിതിയുടെ ചെയർമാൻ തോമസ് മാത്യുവിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ലക്ഷക്കണക്കിനുള്ള മണ്ണ് എടുത്തുകൊണ്ടുപോകാനുള്ള ആരെയും അറിയിക്കാതെ ഈ പ്രദേശത്ത് കടന്നു വരികയും അത് എടുത്തുകൊണ്ടുപോകാനുള്ള ശ്രമം ആരംഭിക്കുകയും അതിനെ തടയുകയും അതിനോടനുബന്ധിച്ച് അറസ്റ്റ് വരിക്കുകയും നമ്മുടെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ അതിനകത്ത് പങ്കാളികളായി. എന്നാൽ വളരെ ദയനീയമായിട്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ വഴിക്ക് താമസിക്കുന്ന കുറേ പേർ, ഈ പ്രദേശത്തുള്ളവർ നമുക്ക് വേണ്ടുന്ന സഹകരണം ആ സമയത്ത് ലഭിച്ചില്ല എങ്കിലും പിന്നീട് അവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ട് കുറേ പേര് നമ്മളോട് പങ്കെടുക്കാനും തുടങ്ങി. ഇത് തൊട്ടിപ്പടിയിലുള്ള ഒരു ചെറിയ റോഡിൻ്റെ വിഷയമല്ല, ഇത് ആനിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ വിഷയമാണെന്ന് ഓരോരുത്തരും ഇത് കണ്ട് മനസ്സിലാക്കണം. കാരണം ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന സമതല പ്രദേശമല്ല, കുന്നും കുഴിയും തോടുകളും ഒക്കെയുള്ള ചെറിയ വലിയ ഭൂപ്രദേശമാണ്. അവിടെയൊക്കെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ ഇടവഴിയെല്ലാം പഞ്ചായത്ത് റോഡുകളാണ്. അവിടെ നിന്ന് മണ്ണെടുത്തുകൊണ്ട് പോകുമ്പോൾ ആ റോഡ് നോക്കി അവിടുത്തെ വാസം അതിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വളരെയേറെ ഉണ്ടാകും. ഇപ്പം തന്നെ നിങ്ങളെല്ലാം പോയി ആ റോഡ് നോക്കുകയാണെങ്കിൽ ആ മലയിൽ നിന്നുള്ള കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ സുകുമാരൻ സഖാവ് ഉൾപ്പെടെ പറഞ്ഞതുപോലെ ആ മലയിൽ നിന്നുള്ള വെള്ളം ഒലിച്ചു വന്നിട്ട് മണ്ണുൾപ്പെടെ വന്നിട്ട് ആ പ്രദേശം നിറഞ്ഞു നിൽക്കുക. എൻ്റെ അറിവിൽ ഏതാണ്ട് 3 പേരോളം അവിടെ സ്കൂട്ടർ സഞ്ചരിച്ചു കൊണ്ടു, കൈയും കാലും ഓടിയായിരുന്നു ദൈവാധീനം. അതുപോലെ ഈ റോഡിൻ്റെ പാർശ്വഭിത്തികളടക്കം ലോക്കൽ ബോഡിയുടെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ കത്ത് തന്നു കഴിഞ്ഞു. ഈ റോഡ് നാശമായി, അതിൻ്റെ കലങ്ക് ഏതാനും ദിവസങ്ങൾക്കകം താഴെ പോകും, അതിൻ്റെ പാരപ്പറ്റുകൾ ഇടിഞ്ഞു തുടങ്ങി. അപ്പോൾ ഒരു നാടിൻ്റെ മുഴുവൻ ശാപമായി നിൽക്കുന്നത് ഇത് തടയേണ്ടത് അനിവാര്യമാണ്. നിയമപരമായി ഈ കാര്യങ്ങളിലുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രയാസങ്ങളൊക്കെ നമുക്ക് അഭിമുഖീകരിക്കുക. കാരണം ഇതിന് നാഷണൽ ഹൈവേ എന്നുള്ള ഒരു ഭാരം ഉണ്ടെങ്കിൽ പിന്നെ എന്തുമാകാമെന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അടുത്ത കാലത്ത് സുപ്രീം കോടതി പറയുകയുണ്ടായി, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവ് തന്നെ ഉണ്ടായി, നാഷണൽ ഹൈവേ അടക്കമുള്ള വൻകിട പ്രൊജക്റ്റുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നടപടിയിലേക്ക് കടക്കുമ്പോൾ മുൻകൂർ വാങ്ങേണ്ട അത്തരം നടപടികൾ, പഠനങ്ങൾ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിറക്കിയ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി തന്നെ പറഞ്ഞു പാരിസ്ഥിതികാഘാത പഠനമടക്കമുള്ള കാര്യങ്ങൾ അതുണ്ടായി. അതിൻ്റെ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്ന് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് വിധി പ്രഖ്യാപിച്ചത് ഞാൻ ഓർക്കുന്നു. നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞാൽ പിന്നെ ആ നാഷണൽ ഹൈവേക്ക് വേണ്ടി എന്ത് നടപടിയുമാകാം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയതിൻ്റെ
ഒരു ദുരന്തമാണ് ഇന്ന് ഈ ആനിക്കാട് പ്രദേശം അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വളരെയേറെ ഒരു മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് മണ്ണെടുക്കുന്നു, റോഡ് ഇവിടെ എംസാർ റോഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. അതൊക്കെ പെട്ടെന്ന് നമ്മുടെ കൺമുമ്പിൽ വരുന്ന പ്രശ്നങ്ങളാണ്. റോഡ് മോശമാകും, റോഡ് മോശമായാൽ വേണമെങ്കിൽ നാളെ നന്നാക്കാം. പക്ഷേ അതിനേക്കാൾ അപകടകരമായ പ്രശ്നങ്ങൾ ഇവിടെ പതിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. കാരണം നമ്മുടെ ഒരു പ്രദേശത്തിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. നമ്മുടെ നാടിനെ ആകെ ഇല്ലാതാക്കുന്ന, നമ്മുടെ നാട്ടിലെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയാകെ ഇല്ലാതാക്കുന്ന, നമ്മുടെ നാട്ടിലെ കുഞ്ഞു കുട്ടികൾക്ക് പോലും നമ്മൾ ജനിച്ചു വളർന്ന ഈ നാടിൻ്റെ തെരുവിൽ കൂടി ഇറങ്ങി നടക്കാൻ കഴിയാത്ത, നമ്മുടെ വീടുകളിലെ ശുദ്ധജല സ്രോതസ്സുകൾ എല്ലാം തന്നെ ഇല്ലാതാക്കുന്ന ഈ മാഫിയക്കെതിരായി ഈ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ജനകീയ സമരം ഉയർന്നു വന്നിട്ടുണ്ട്. ആ ജനകീയ സമരങ്ങളെല്ലാം തന്നെ ഈ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ വിജയം വരിച്ച ചരിത്രമാണ് നമ്മൾക്ക് മുമ്പേ ഉണ്ടായിട്ടുള്ളത്.